ഖുർആൻ ആസ്വാദനം രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറ 13 മുതൽ 15 വരെ ആയത്തുകൾ. وَإِذَا قِيلَ لَهُمْ آمِنُوا كَمَا آمَنَ النَّاسُ قَالُوا أَنُؤْمِنُ كَمَا آمَنَ السُّفَهَاءُ أَلَا إِنَّهُمْ هُمُ السُّفَهَاءُ وَلَكِنْ لَا يَعْلَمُونَ. ഈ ജനങ്ങൾ വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിക്കൂ എന്ന് അവരോട് പറഞ്ഞാൽ, ആ മൂഢന്മാർ വിശ്വസിച്ചതുപോലെ ഞങ്ങളും വിശ്വസിക്കുകയോ എന്നായിരിക്കും അവർ പ്രതികരിക്കുക. അല്ല, അവർ തന്നെയാണ് മൂഢന്മാർ, എങ്കിലും അവരത് മനസ്സിലാക്കുന്നില്ല. وَإِذَا لَقُوا الَّذِينَ آمَنُوا قَالُوا آمَنَّا وَإِذَا خَلَوْا إِلَى شَيَاطِينِهِمْ قَالُوا إِنَّا مَعَكُمْ إِنَّمَا نَحْنُ مُسْتَهْزِئُونَ. വിശ്വസിക്കുന്നവരെ കണ്ടുമുട്ടുമ്പോൾ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നവർ പറയും. തങ്ങളുടെ ചെകുത്താന്മാരോടൊപ്പം ഒറ്റയ്ക്കാകുമ്പോൾ ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെയാണ്, പരിഹസിച്ചുകൊണ്ടിരിക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നാണ് അവരോട് പറയുക. അല്ലാഹു യസ്തഹ്സിഉ ബിഹിം വയമുദ്ദുഹും ഫീ തുഗ്യാനിഹിം യഅ്മഹൂൻ. അല്ലാഹു അവരെ പരിഹസിക്കുകയും അതിക്രമങ്ങളിൽ വിഹരിക്കുവാൻ അവരെ അയച്ചു വിട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു. وَإِذَا قِيلَ لَهُمْ آمِنُوا كَمَا آمَنَ النَّاسُ كَمَا آمَنَ വ്യത്യസ്ത രണ്ട് പദങ്ങളിലാണ് മദ്ദിൻ്റെ അക്ഷരമായ അലിഫും ഹംസയും വരുന്നത് എന്നതുകൊണ്ട് മുൻഫസിലാണ്. നീട്ടൽ നിർബന്ധമല്ല, ജായിസാണ്. എന്നാൽ നീട്ടുന്നുണ്ടെങ്കിൽ 4 or 5 ഹർക്കത്തിൻ്റെ അളവിൽ തന്നെയാണ് നീട്ടേണ്ടത്. ആമനന്നാസു നൂനിന് ശബ്ദമുണ്ട്, ഒന്ന ചെയ്ത് മണിച്ചുകൊണ്ട് ഓതുക. ഖാലൂ അനുഅ്മിനു, നേരത്തെ പറഞ്ഞ കമാ ആമന എന്ന അതേ നിയമം തന്നെയാണ്, മുൻഫസിലാണ്. 4 or 5 ഹർക്കത്തിൻ്റെ അളവിൽ നീട്ടി ഓതാം. ഇനി വേണമെങ്കിൽ നീട്ടാതെ ഖാലൂ അനുഅ്മിനു എന്നും ഓതാവുന്നതാണ്. കമാ ആമന, അതും അതേ നിയമം തന്നെയാണ് ഉള്ളത്. കമാ ആമന സുഫഹാ, മദ്ദക്ഷരമായ അലിഫിന് ശേഷം ഹംസ വരുന്നത് കൊണ്ടുള്ള മദ് തന്നെയാണെങ്കിലും ഇത് ഒറ്റ പദത്തിൽ സുഫഹാ എന്ന ഒരൊറ്റ പദത്തിൽ വരുന്നതായതുകൊണ്ട് ഇത് മദ് മുത്തസിലാണ്. അതുകൊണ്ട് ഇത് വാജിബാണ്, ഇവിടെ നീട്ടൽ നിർബന്ധമാണ്. അലാ ഇന്നഹും, ഇവിടെ 2 വ്യത്യസ്ത പദങ്ങൾ, അല എന്നുള്ള പദവും ഇന്നഹും എന്ന പദവും ചേർന്ന് വരുന്നത് കൊണ്ടായതുകൊണ്ട് ഇവിടെ നീട്ടൽ നിർബന്ധമില്ല, മുൻഫസിലാണ്, അനുവദനീയമാണ്. വേണമെങ്കിൽ നീട്ടാം, നീട്ടുമ്പോൾ 4 or 5 ഹർക്കത്തിൻ്റെ അളവിൽ തന്നെ. ഹുമുസ്സുഫഹാ, അവിടെയും നീട്ടാനുണ്ട്, നിർബന്ധമായ മുത്തസിലായ നേരത്തെ പറഞ്ഞ മദ്ദാണ്. വലാകിൻ ലാ യഅ്ലമൂൻ, വലാകിൻ ലാ എന്നത് വലാകിൻ ലാ, നൂനിനെ വെളിവാക്കാതെ കി എന്നതിലേക്ക് ലാ എന്നത് ചേർത്തുകൊണ്ട് മണിക്കാതെ കൂട്ടി ലയിപ്പിക്കുകയാണ് വേണ്ടത്. ഇത്രയും നിയമങ്ങൾ ഇതിലുണ്ട്. وَإِذَا قِيلَ لَهُمْ آمِنُوا كَمَا آمَنَ النَّاسُ قَالُوا أَنُؤْمِنُ كَمَا آمَنَ السُّفَهَاءُ أَلَا إِنَّهُمْ هُمُ السُّفَهَاءُ وَلَكِنْ لَا يَعْلَمُونَ. وَإِذَا لَقُوا الَّذِينَ آمَنُوا قَالُوا آمَنَّا, ഖാലു എന്ന ഒരു പദം, ആമന്ന എന്ന മറ്റൊരു പദം, 2 വ്യത്യസ്ത പദങ്ങളിൽ നിന്നുകൊണ്ടാണ് മദ് സംഭവിക്കുന്നത് എന്നതുകൊണ്ട് മുൻഫസിലായ മദ്ദാണ്, നീട്ടൽ നിർബന്ധമല്ല. എന്നാൽ നീട്ടുന്നുണ്ടെങ്കിൽ
4 5 ഹർക്കത്തിൻ്റെ അളവിൽ തന്നെയാണ് നീട്ടേണ്ടത്. ആമന്ന, നൂനിന് ഷദ്ദ് വന്നിട്ടുണ്ട്, ഗുന്ന ചെയ്ത് മണിച്ചുകൊണ്ട് ഓതാം. وَإِذَا خَلَوْا إِلَى شَيَاطِينِهِمْ قَالُوا إِنَّا ആമന്ന എന്ന് പറഞ്ഞ അതേ നിയമം തന്നെയാണ് ഇവിടെയും ബാധകമാവുന്നത്. ഇവിടെയും നൂനിന് ഷദ്ദുണ്ട്, ഗുന്ന ചെയ്ത് മണിച്ച് ഓതാം. قالوا إنا معكم إنما نحن مستهزئون. മഅക്കും ഇന്ന എന്ന് പറയുന്നിടത്ത് വെളിവാക്കി വ്യക്തമായി ഓതണം. ഇന്നമ, നൂനിന് ഷദ്ദ് വന്നിട്ടുണ്ട്, ഗുന്ന ചെയ്ത് ഓതാം. മുസ്തഹ്സിഊൻ 2 4 6 ഹർക്കത്തിൻ്റെ അളവിൽ നീട്ടിയോ നീട്ടാതെയോ ഒക്കെ ഓതാം. അല്ലാഹു യസ്തഹ്സിഉ ബിഹിം വയമുദ്ദുഹും ഫീ തുഗ്യാനിഹിം യഅ്മഹൂൻ. ഈ ആയത്തിൽ പ്രധാനമായും സുക്കൂനുള്ള മീമിനു ശേഷമുള്ള ഇൽഹാറാണ് ശ്രദ്ധിക്കാനുള്ളത്. യസ്തഹ്സിഉ ബിഹിം വ എന്ന് പറയുന്നിടത്തും വയമുദ്ദുഹും ഫീ, അതുപോലെ തുഗ്യാനിഹിം യഅ്മഹൂൻ, ഇതെല്ലാം ഇൽഹാറാണ്. ഒരു കാരണവശാലും മീമിന്, ആ സുക്കൂനുള്ള മീമുകൾ മണിക്കേണ്ടതില്ല, കൂട്ടിലയിപ്പിക്കേണ്ടതില്ല, അവ്യക്തമാക്കേണ്ടതില്ല. വളരെ വ്യക്തമായിട്ടാണ് ഈ ഭാഗത്ത് ഓതേണ്ടത്. ഇൽഹാറാണ് ശ്രദ്ധിക്കാനുള്ളത്. ഈ ജനങ്ങൾ വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിക്കൂ എന്ന് അവരോട് പറഞ്ഞാൽ ആ മൂഢന്മാർ വിശ്വസിച്ചതുപോലെ ഞങ്ങളും വിശ്വസിക്കുകയോ എന്നായിരിക്കും അവർ പ്രതികരിക്കുക. അല്ല, അവർ തന്നെയാണ് മൂഢന്മാർ. എങ്കിലും അവരത് മനസ്സിലാക്കുന്നില്ല. വിശ്വസിക്കുന്നവരെ കണ്ടുമുട്ടുമ്പോൾ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നവർ പറയും. തങ്ങളുടെ ചെകുത്താന്മാരോടൊപ്പം ഒറ്റയ്ക്കാകുമ്പോൾ ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെയാണ്, പരിഹസിച്ചു കൊണ്ടിരിക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നാണ് അവരോട് പറയുക. അള്ളാഹു അവരെ പരിഹസിക്കുകയും അതിക്രമങ്ങളിൽ വിഹരിക്കുവാൻ അവരെ അയച്ചു വിട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു. കപടന്മാരുടെ ഇരട്ടമുഖം വ്യക്തമാക്കുന്ന വചനങ്ങളാണിവ. 13-ാമത്തെ വചനത്തിൽ അവരുടെ സ്വകാര്യ സംഭാഷണവും 14-ാമത്തെ വചനത്തിൽ പരസ്യ വർത്തമാനവും ചിത്രീകരിച്ചിരിക്കുന്നു. ഇസ്ലാമിന് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുന്ന സമൂഹത്തിലുള്ള മറ്റുള്ളവരെ പോലെ നിങ്ങൾക്കും എന്തുകൊണ്ട് നല്ല വിശ്വാസികളായിക്കൂടാ എന്ന് ആരെങ്കിലും അവരെ ഉപദേശിച്ചാൽ വിശ്വാസികളെ മൂഢന്മാരായി ചിത്രീകരിക്കുകയും സ്വയം ബുദ്ധിജീവികളായി അവരോധിക്കുകയും ചെയ്തുകൊണ്ട് നിഷേധാത്മകമായ മറുപടിയാണ് അവർ നൽകുക. മുനാഫിക്കുകളുടെ വിശ്വാസികളോടുള്ള പൊതുവായ സമീപനമാണ് മൂഢന്മാർ എന്ന പദം പ്രതിനിധീകരിക്കുന്നത്. സീൻ, ഫ, ഹ ത്രയാക്ഷരങ്ങളിൽ നിന്നുണ്ടായ സഫിഹ എന്ന ക്രിയയുടെ കർത്തൃനാമമായ സഫീഹി ബഹുവചനമാണ് സുഫഹ. ബുദ്ധിഹീനമായും കരുതലില്ലാതെയും കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് സഫിഹ എന്ന് പറയുക. സഫിഹ് എന്നാൽ വിഡ്ഢി എന്നർത്ഥം. തങ്ങളല്ലാത്തവരെല്ലാം ബുദ്ധിയോ കരുതലോ ഇല്ലാത്തവരാണെന്നാണ് കപടന്മാർ കരുതുക. ഇസ്ലാമിന് വേണ്ടി ത്യാഗങ്ങൾ അനുഷ്ഠിക്കുകയും യുദ്ധത്തിൽ പങ്കെടുക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചോദ്യം ചെയ്യാതെ അനുസരിക്കുകയുമെല്ലാം ചെയ്യുന്നത് അവരുടെ വീക്ഷണത്തിൽ വിഡ്ഢിത്തമാണ്. അത് ചെയ്യുന്നവരെ പുച്ഛത്തോടെ കാണുന്നവരായിരിക്കും കപടന്മാർ. അവരുടെ ശ്രദ്ധ നേട്ടങ്ങളിൽ മാത്രമേ ഉണ്ടാവൂ. നൽകുന്ന പ്രവർത്തനങ്ങളെല്ലാം അവർക്ക് വിഡ്ഢിത്തമാണ്. മുസ്ലിം സമൂഹത്തിൻ്റെ ഭാഗമായി നിന്ന് അതുകൊണ്ട് ലഭിക്കുന്ന സൗകര്യങ്ങൾ ഉപയോഗിക്കുകയും ത്യാഗങ്ങൾ ആവശ്യമുള്ളിടത്ത് നിന്ന് സമർത്ഥമായി മാറി നിൽക്കുകയും ചെയ്യലാണ് മുനാഫിക്കുകളുടെ കാഴ്ചപ്പാടിൽ ബുദ്ധി. അവരുടെ ബുദ്ധിയാണ് യഥാർത്ഥത്തിലുള്ള വിഡ്ഢിത്തമെന്ന് വ്യക്തമാക്കുകയാണിവിടെ. അവരുടെ ഈ നിലപാട് കൊണ്ട് ഇഹലോകത്തിലോ മരണാനന്തരമോ ആത്യന്തികമായി അവർക്ക് നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല.
പ്രവാചകരെ, താങ്കൾ കൽപ്പിക്കുകയാണെങ്കിൽ എൻ്റെ പിതാവിൻ്റെ ശിരസ് ഞാൻ തന്നെ അറുത്തുമാറ്റി താങ്കളുടെ മുന്നിലെത്തിക്കാം എന്ന് സ്വന്തം മകൻ പറയുന്നതിനേക്കാൾ വലിയ പതനം ഒരു പിതാവിന് മറ്റെന്താണുള്ളത്? മുനാഫിക്കുകളുടെ നേതാവായിരുന്ന അബ്ദുല്ലാഹിബിന് ഉബയ്യിനെ കുറിച്ച് സ്വന്തം മകൻ അബ്ദുള്ള ബനു മുസ്തലഖ് സംഘടന സന്ദർഭത്തിൽ പറഞ്ഞ ഈ വാക്കുകൾ തന്നെയാണ് മുനാഫിക്കിന് ഭൂമിയിൽ ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അപമാനം. റോമക്കാരികളായ സുന്ദരികൾ തൻ്റെ മനസ്സിനെ കീഴ്പ്പെടുത്തുകയും തെറ്റ് ചെയ്തു പോകുകയും ചെയ്യുമെന്ന് ഭയപ്പെടുന്നതിനാൽ തന്നെ യുദ്ധത്തിന് പോകുന്നതിൽ നിന്ന് ഒഴിവാക്കിത്തരണമെന്നാവശ്യപ്പെടുന്നതിനേക്കാൾ വലിയ നാണക്കേടെന്താണ്? തബൂക്ക് യുദ്ധത്തിന് പോകാതിരിക്കാനായി സ്വയം നാണം കെട്ട് ഇങ്ങനെ പറഞ്ഞ മുനാഫിക്കായ ജദ്ദ് ബിൻ ഖൈസിന് പക്ഷേ താൻ സമർത്ഥമായി പ്രവാചകനെ പറ്റിച്ചുവെന്നാണ് തോന്നിയത്. ഇവരെല്ലാം വിചാരിക്കുന്നത് ഞങ്ങളാണ് ബുദ്ധിജീവികളെന്നാണ്. തങ്ങളുടെ കാപട്യമാണ് യഥാർത്ഥ വിഡ്ഢിത്തമെന്ന സത്യം മനസ്സിലാക്കാനുള്ള തിരിച്ചറിവ് അവർക്കില്ലാതെ പോയി. അവർ ഇഹത്തിൽ സ്വയം വിഡ്ഢികളാവുന്നു. മരണാനന്തരമാകട്ടെ ഇഹത്തിൽ തങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതെല്ലാം മഹാവിഡ്ഢിത്തമായിരുന്നുവെന്ന് അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. അല്ല, അവർ തന്നെയാണ് മൂഢന്മാർ എന്ന പ്രയോഗം ശ്രദ്ധേയമാണ്. സ്വയം എത്ര തന്നെ ബുദ്ധിജീവികളായി ചമഞ്ഞാലും, അവരെക്കുറിച്ച് ആര് തന്നെ എത്ര നല്ലത് പറഞ്ഞാലും, സ്വന്തം ജീവിത ലക്ഷ്യം അറിയാതെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അവർ തന്നെയാണ് യഥാർത്ഥത്തിൽ വിവരം കെട്ടവർ എന്ന വസ്തുത അരക്കിട്ടുറപ്പിച്ച് പ്രഖ്യാപിക്കുന്നതാണ് ഈ പ്രയോഗം. മുനാഫിക്കുകളുടെ പരസ്യമായ നിലപാടാണ് 14-ാമത്തെ വചനത്തിൻ്റെ ആദ്യ ഭാഗത്തുള്ളത്. വിശ്വാസികളെ കണ്ടുമുട്ടുമ്പോൾ തങ്ങളും നിങ്ങളോടൊപ്പമാണ് എന്നാണ് അവർ പറയുക. മുസ്ലിം സമൂഹത്തിൻ്റെ ഭാഗമായി നിന്ന് തങ്ങളുടെ സ്വാർത്ഥതകൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യമല്ലാതെ മറ്റൊന്നും തന്നെ ഈ സ്വയം സാക്ഷീകരണത്തിന് പിന്നിലില്ല. യുദ്ധത്തിന് പോകാതിരിക്കുവാൻ അവർ ഒഴികഴിവുകൾ പറയും. യുദ്ധത്തിൽ പങ്കെടുക്കാതെ സമീപങ്ങളിൽ എവിടെയെങ്കിലും അവരുണ്ടാവും. മുസ്ലിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങളും നിങ്ങളോടൊപ്പമുണ്ടായിരുന്നു എന്നവർ ആണയിടും. യുദ്ധാർജിത സമ്പത്ത് ആവശ്യപ്പെടാൻ അവർ മുന്നിലുണ്ടാവും. എന്നാൽ അവരുടെ സഖ്യകക്ഷികളായ ജൂതരുടെ നേതാക്കന്മാരോടൊപ്പമാകുമ്പോൾ അവർ തങ്ങൾ നിങ്ങളോടൊപ്പം തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയും. അവർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് മുസ്ലിം സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാൻ അവർ പിന്നിലൂടെ ശ്രമിക്കും. ഞങ്ങൾ മുസ്ലിങ്ങളെ പരിഹസിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ജൂത നേതാക്കളോട് അവർ പറയുക. തങ്ങളുടെ അഭിനയം കണ്ട് മുസ്ലിങ്ങൾ അവരെ വിശ്വാസികളാണെന്ന് കരുതി പരിഗണിക്കുമെന്നും അങ്ങനെ മുസ്ലിങ്ങൾ പരിഹാസ്യരാകുമെന്നുമാണ് ജൂത നേതാക്കളോടുള്ള കപടന്മാരുടെ വിശദീകരണം. പക്ഷേ യഥാർത്ഥത്തിൽ പരിഹാസ്യരാകുന്നത് സ്വയം തന്നെയാണെന്ന് മുനാഫിക്കുകൾ മനസ്സിലാക്കുന്നില്ല. കപടന്മാർ തങ്ങളുടെ അവിശ്വാസം വെളിപ്പെടുത്തുന്നത് അവരുടെ ചെകുത്താന്മാരോടൊപ്പം ഒറ്റയ്ക്കാവുമ്പോഴാണ് എന്നാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. ശൈത്വാനിൻ്റെ ബഹുവചനമാണ് ഷയാത്തീൻ, ചെകുത്താന്മാർ എന്നർത്ഥം. ശ യ ത്വ അക്ഷരത്രയത്തിൽ നിന്നുണ്ടാവുന്ന വാക്കുകൾ പൊള്ളുക, കത്തുക എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളിലാണ് പ്രയോഗിക്കാറുള്ളത്. ശ ത്വ നയിൽ നിന്നുണ്ടാവുമ്പോൾ വഴിതെറ്റുക, വിദൂരമാവുക എന്നിങ്ങനെയാണ് അർത്ഥം വരിക. രണ്ട് മൂലങ്ങളിൽ നിന്നുണ്ടായതാണെങ്കിലും അള്ളാഹുവിൻ്റെ കോപതാപങ്ങൾക്ക് വിധേയമായ പിശാചിനെ പ്രതിനിധീകരിക്കാൻ കഴിയുന്ന കൃത്യമായ നാമം തന്നെയാണ് ശൈത്വാൻ. അവൻ തീയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാണ്. മനുഷ്യരോടുള്ള തൻ്റെ കോപത്താൽ കത്തുന്നവനാണ്. ദൈവസന്നിധിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവനാണ്. അഹങ്കാരം മൂലം സ്വയം വഴിതെറ്റിയവനും മറ്റുള്ളവരെ വഴിതെറ്റിക്കുന്നവനുമാണ്. പടച്ചവനിൽ നിന്നും സന്മാർഗത്തിൽ നിന്നും ഏറെ വിദൂരമാണ് അവൻ്റെ മാർഗം. മനുഷ്യരെ ദൈവമാർഗത്തിൽ നിന്ന് വിദൂരത്തേക്ക് കൊണ്ടുപോകുവാനാണ് അവൻ്റെ ശ്രമം. ഖുർആനിന് മുമ്പുള്ള അറബി സാഹിത്യത്തിൽ വിരളമാണ് ശൈത്വാൻ പ്രയോഗം. ഹിബ്രുവിൽ ശാത്താൻ, എതിരാളി, ആരോപകൻ എന്നീ അർത്ഥങ്ങളിൽ പ്രയോഗിക്കുന്ന പദമാണ്. ദൈവത്തിൻ്റെ എതിരാളി എന്ന അർത്ഥത്തിലുള്ള ഈ പ്രയോഗം പഴയ നിയമ ബൈബിളിലെ ദിനവൃത്താന്തം 1-ാം പുസ്തകത്തിലാണ് 21:1.
നാം ആദ്യമായി കാണുന്നത്. പഴയ നിയമവും പുതിയ നിയമവുമെല്ലാം നിഷ്കാസിതനായ പിശാചിനെ സാത്താൻ എന്ന് പലതവണ വിളിക്കുന്നുണ്ട്. അഹങ്കാരം മൂലം ദൈവസന്നിധിയിൽ നിന്ന് പുറത്താക്കപ്പെടുക വഴി മനുഷ്യരോട് ശത്രുത പ്രഖ്യാപിച്ച ഇബ്ലീസിനെയാണ് ഖുർആൻ ഒന്നാമതായി ശൈത്താൻ എന്ന് വിളിച്ചിരിക്കുന്നത്. 7-ാം അധ്യായം 20-ാമത് സൂക്തം. ജിന്നുകളിലും മനുഷ്യരിലും പെട്ട പിശാചുക്കൾ അവന് കൂട്ടുകാരായുണ്ടെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നു. 6-ാം അധ്യായം 112-ാമത് സൂക്തം. അവരിൽ നിന്ന് 2 കൂട്ടരിൽ നിന്നും രക്ഷ തേടുവാൻ ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യുന്നു. 114-ാമത് അധ്യായം 6-ാം സൂക്തം. സൂറത്തുൽ ബഖറയിലെ 14-ാം വചനം പറയുന്നത് മനുഷ്യരിൽ നിന്നുള്ള പിശാചുക്കളെ കുറിച്ചാണ്. സ്വന്തം ഹൃദയത്തിൽ പിശാചിനെ കുടിയിരുത്തുക വഴി സ്വയം പിശാചുക്കളായി മാറിയവരാണവർ. ഹൃദയം പിശാചിന് വേണ്ടി തുറന്നു കൊടുത്തവർ. അവരുടെ ഹൃദയങ്ങളെ ഭരിക്കുന്നത് പിശാചുക്കളാണ്. അവിശ്വാസത്തിന്റെ കാഠിന്യ നിമിത്തം അള്ളാഹു ഹൃദയങ്ങൾക്ക് മുദ്ര വെച്ചവർ. യഥാർത്ഥ പിശാച് നിയന്ത്രണമേറ്റെടുത്ത് കഴിഞ്ഞ അവയിൽ നിന്ന് നന്മകളൊന്നും ഉണ്ടാവുകയില്ല. പിശാചിന്റെ പ്രതിരൂപങ്ങളായ അത്തരക്കാർക്ക് വേണ്ടിയാണ് മുനാഫിക്കുകൾ പണിയെടുക്കുന്നത്. കപടന്മാരുടെ ചങ്ങാത്തവും ഹൃദയബന്ധവുമെല്ലാം അവരോടാണ്. മുസ്ലിമായി കൊണ്ടുള്ള നാടകം കളിയിലൂടെ തങ്ങൾ മുസ്ലിങ്ങളെ പരിഹസിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് അവർ പറയുമ്പോൾ സന്തോഷിക്കുന്നത് ആ പിശാചുക്കളാണ്. തങ്ങളുടെ യഥാർത്ഥ അസ്തിത്വം അവർക്ക് മുമ്പിൽ സ്വകാര്യമായി മാത്രമേ കപടന്മാർ വെളിപ്പെടുത്തുകയുള്ളൂ. അവർക്കും തങ്ങൾക്കും മാത്രമേ തങ്ങളുടെ കാപട്യത്തെക്കുറിച്ച് അറിയൂ എന്നാണ് അവരുടെ വിചാരം. തങ്ങളുടെ പിശാചുക്കളെ പ്രീതിപ്പെടുത്താനായി മുസ്ലിങ്ങളെ പരിഹസിക്കുന്നവർ സ്വയം പരിഹാസ്യരാവുകയാണ് ചെയ്യുന്നത്. അവർക്കത് മനസ്സിലാവുന്നില്ലെന്ന് മാത്രമേയുള്ളൂ. സത്യവിശ്വാസികളെ പരിഹസിക്കാൻ വേണ്ടി നാടകം കളിക്കുന്നവർ യഥാർത്ഥത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ പരിഹാസമാണ്. എങ്ങനെയാണ് അള്ളാഹു മുനാഫിക്കുകളെ പരിഹസിക്കുന്നത്? വചനത്തിൻ്റെ ആദ്യ ഭാഗത്തിനുള്ള വിശദീകരണമായ അതിക്രമങ്ങളിൽ വിഹരിക്കുവാൻ അവരെ അയച്ചുവിട്ടിരിക്കുന്നുവെന്ന അവസാന ഭാഗം ഈ ചോദ്യത്തിനുള്ള മറുപടി ഉൾക്കൊള്ളുന്നുണ്ട്. അള്ളാഹുവിൻ്റെ പരിഹാസം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളിൽ വിഹരിക്കുവാൻ അവരെ അഴിച്ചുവിട്ടുകൊണ്ടാണ്. തങ്ങൾ ചെയ്യുന്ന അതിക്രമങ്ങളിൽ തടസ്സമൊന്നുമില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ അവർ കരുതുന്നത് തങ്ങളെല്ലാവരെയും പറ്റിച്ചുവെന്നാണ്. എന്നാൽ അവൻ അയച്ചുവിട്ട കയറിൽ അവർ ആടിക്കൊണ്ടിരിക്കുന്നത് നരകത്തിലേക്കുള്ള നൃത്തമാണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അള്ളാഹുവിൻ്റെ പരിഹാസം അങ്ങനെയാണ്. അതിക്രമകാരികളെ അയച്ചുവിട്ടുകൊണ്ടാണ് അവൻ പരിഹസിക്കുന്നത്. കലഹപ്രിയനായ നായയ്ക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ശിക്ഷ അതിനെ പരമാവധി വലിയ കയറിൽ ബന്ധിക്കുകയായിരിക്കും. ചെറിയ കയറിലായിരുന്നുവെങ്കിൽ അതിൻ്റെ കലഹവും പരാക്രമവും ചെറിയൊരു വൃത്തത്തിലേ ഉണ്ടാവൂ. അതുവഴി ക്ഷീണിക്കുകയില്ല. പരാക്രമങ്ങൾക്ക് പരിധി ഉണ്ടാവുമെന്നതിനാൽ അതിൻ്റെ ഊർജം വല്ലാതെയൊന്നും ചെലവാകുകയുമില്ല. കയർ വലുതാകും തോറും അതിൻ്റെ പരാക്രമത്തിൻ്റെ വൃത്തം വലുതാകും. കൂടുതൽ സമയം അത് പരാക്രമത്തിൽ ഏർപ്പെടും. ക്ഷീണവും ഊർജനഷ്ടവുമല്ലാതെ അതുകൊണ്ട് നായയ്ക്ക് മറ്റൊരു നേട്ടവുമില്ലെങ്കിലും അത് കരുതുന്നത് തനിക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ലഭിച്ചുവെന്നാണ്. അയച്ചുവിട്ടിട്ടേയുള്ളൂ. കയർ യജമാനന്റെ കയ്യിൽ തന്നെയാണ്. നായയെ കഴിയുന്നത്ര പെട്ടെന്ന് ക്ഷീണിപ്പിക്കുകയാണ് യജമാനന്റെ ലക്ഷ്യം. അത് നേടിക്കഴിഞ്ഞാൽ കയർ വലിക്കും. തങ്ങളുടെ കയർ അഴിച്ചുവിട്ടതിനാൽ അതിൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഗൂഢപ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുന്നവർ അറിയുന്നില്ല അതിൻ്റെ അറ്റം യജമാനന്റെ കയ്യിൽ തന്നെയാണെന്ന്. അവർ നടത്തുന്ന ചതിയും വഞ്ചനകളുമെല്ലാം തന്നെയാണ് അവരോടുള്ള അള്ളാഹുവിൻ്റെ പരിഹാസം. തങ്ങളുടെ ചെയ്തികളുടെ പരിണതി മനസ്സിലാക്കാതെയാണല്ലോ മുനാഫിക്കുകൾ അയച്ചിട്ട് കൊടുത്ത കയറിൽ അതിക്രമങ്ങൾ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അഗ്നിപർവ്വതത്തിനു മേലെ അർമാദിച്ച് നൃത്തമാടുന്നവരെ കാണുമ്പോൾ അതുടനെ പൊട്ടുമെന്നറിയാവുന്നവർക്ക് പരിഹാസമാണ് തോന്നുക. അതേപോലെ അള്ളാഹുവിൻ്റെ പരിഹാസമാണ് തങ്ങളുടെ കുതന്ത്രങ്ങളിലൂടെ മുനാഫിക്കുകൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. തങ്ങൾ പരിഹസിക്കപ്പെടുകയായിരുന്നുവെന്ന് അവർക്ക് മനസ്സിലാവുക തങ്ങളുടെ കർമ്മഫലം അനുഭവിക്കുമ്പോൾ മാത്രമായിരിക്കും.